തൃശൂർ പുഴയ്ക്കലിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആഡംബര ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് വേണ്ടിയാണ് അനധികൃതമായി പാടവും തോടും നികത്തുന്നത്. ഇതിനായി ബിൽഡിംഗ് വേസ്റ്റും പഴയ ഇരുമ്പ് സാമഗ്രികളുമെല്ലാമാണ് ഉപയോഗിക്കുന്നത്. പഴഞ്ചിറ പാടശേഖരത്തിലെ 40ഓളം കർഷകരുടെ 300 ഏക്കറോളം വരുന്ന നെൽപ്പാടത്തേക്ക് പീച്ചിയിൽ നിന്നും വെള്ളമെത്തുന്ന തോടും നികത്താൻ ശ്രമിക്കുന്നുണ്ട്. ഫ്ളാറ്റ് സമുച്ചയത്തിന് പുറകിലെ അവശേഷിക്കുന്ന നെൽകൃഷി അപ്പാടെ തകർക്കുന്ന നീക്കമാണ് നടക്കുന്നതെന്ന കർഷകരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ 17-ാം തീയതി കളക്ടറുടെ ഉത്തരവ് പ്രകാരം മണ്ണടിച്ചിരുന്ന 4 വാഹനങ്ങൾ വിയ്യൂർ പോലീസ് പിടിച്ചെടുത്തിരുന്നു. എന്നാൽ അടുത്ത ദിവസം മുതൽ വീണ്ടും മണ്ണടിക്കൽ ആരംഭിച്ചപ്പോൾ കർഷകരുടെ അഭ്യർത്ഥന പ്രകാരം ജില്ലാ പഞ്ചായത്ത് അംഗം കളക്ടർക്ക് വീണ്ടും പരാതി നൽകുകയായിരുന്നു. ഈ കോൾ കർഷകർ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നു. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷം ഒരാഴ്ചയോളം ഈ പാടം മുഴുവൻ ഇവർ നികത്തുണ്ടായിരുന്നു. ശരിക്കും ഇവർക്ക് നികത്താനായിട്ട് യാതൊരു അധികാരവും ഇല്ല. വീണ്ടും പരാതി കൊടുത്തു. അതിനുശേഷം കളക്ടറും ADM ഒക്കെ നേതൃത്വത്തിൽ വന്നിട്ട് വീണ്ടും വണ്ടി പിടിച്ചു. അപ്പോൾ ഇവിടെ കളക്ടറുടെ ഓർഡറിനൊന്നും ഇവിടെ യാതൊരു വാല്യൂവില്ല. 3 ഉടമസ്ഥരുടെ പേരിലുള്ള 20 ഏക്കറോളം വരുന്ന പാടമാണ് അനധികൃതമായി ഇപ്പോൾ നികത്താൻ തുടങ്ങിയിരിക്കുന്നത്. ഭാഗികമായി നികത്താൻ ആരംഭിച്ച തോടുവഴിയാണ് പീച്ചി വെള്ളം കോൾപ്പാടത്തേക്കും അതുവഴി ഏനാമാവ് ബണ്ടിലുമെത്തി കടലിൽ ചേരുന്നത്. തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ പ്രദേശത്തെ വയലുകളെല്ലാം തരിശാകുമെന്നാണ് കർഷകരുടെ പക്ഷം. കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മയ്ക്ക് പുല്ലുവില കൽപ്പിച്ച് തോടും പാടവും നികത്തിയ തൃശൂർ പുഴയ്ക്കലിലെ പഴഞ്ചിറ പാടശേഖരത്തിൽ നിന്ന് ക്യാമറമാൻ അനൂപിനോടൊപ്പം ബിനോയ് ജോർജ്.